നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. മറുനാടൻ മലയാളി എഡിറ്റർ ഷാജൻ സ്കറിയയെ ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്തു. സത്യത്തിൽ എന്തിനാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് എന്ന് സാധാരണക്കാരായ ജനങ്ങൾക്ക് പോലും സംശയമുണ്ടാകും. ഒരു കേസുണ്ട് എന്ന് പോലീസ് പറയുന്നു. ഏതൊക്കെ വകുപ്പനുസരിച്ചാണ് കേസെന്നോ അല്ലെങ്കിൽ കേസിന് ആധാരമായ കാര്യങ്ങളെ പറ്റിയോ ഷാജനെ ഒന്ന് വിളിച്ചു വരുത്തുകയോ നോട്ടീസ് കൊടുക്കുകയോ അല്ലെങ്കിൽ ചോദ്യം ചെയ്യുകയോ ഒന്നും ചെയ്യാതെ ഒരു നിയമ നടപടികളും അതിൻ്റെ നിയമപരമായ ഒരു നടപടിക്രമങ്ങളും പാലിക്കാതെ രാത്രിയിൽ ഷാജനെ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്ത് തുണി പോലും ഉടുക്കാൻ സമ്മതിക്കാതെ ഷർട്ട് പോലും ഇടാൻ സമ്മതിക്കാതെ ഷാജനെ നേരെ വൈദ്യപരിശോധന അടക്കം പൂർത്തിയാക്കിച്ച ശേഷം ഷാജനോട് ഷർട്ട് വാങ്ങി കൊടുക്കാമെന്ന് പറഞ്ഞെങ്കിലും ഷാജൻ വേണ്ട എന്ന് പറയുകയും അതിനുശേഷം ഷാജൻ്റെ വീട്ടിൽ നിന്ന് ഷർട്ട് വരുത്തി കൊടുക്കുകയും ഒക്കെ ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യഥാർത്ഥത്തിൽ ഷാജൻ ആ ഷർട്ട് ധരിച്ചുകൊണ്ട് മാജിസ്ട്രേറ്റിൻ്റെ അടുത്തേക്ക് പോകരുതായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം കേരളത്തിലെ പോലീസ് ചെയ്യുന്ന കാര്യങ്ങൾ മാജിസ്ട്രേറ്റിന് കൂടി അറിയാനുള്ള ഒരു അവസരം ഉണ്ടായതിന് ഒരുപക്ഷെ മാജിസ്ട്രേറ്റൊക്കെ അല്ലേ ഏതെങ്കിലും ചാനലുകളിലൊക്കെ കണ്ടിട്ടുമുണ്ടാവാം, എന്തായാലും കണ്ടിട്ടുണ്ടാവാം. നടപടിക്രമങ്ങളൊന്നും പാലിക്കാത്തത് കൊണ്ട് തന്നെ അതൊരു കേസിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ആ കേസുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള ഒരു വലിയ അംഗത്തിലേക്ക് പോകണമായിരുന്നു, അല്ലെങ്കിൽ അതിനുള്ള ആ കേസ് ഉണ്ടോ എന്നുള്ള കാര്യമൊക്കെ സംശയമാണ്. മറുനാടൻ മലയാളി എഡിറ്ററായ ഷാജൻ സ്കറിയയെ പറ്റി പറയുകയാണെങ്കിൽ ഷാജൻ സ്കറിയ പല വാർത്തകളും ചെയ്യുന്നു, വാർത്തകൾക്ക് എഫക്റ്റ് ഉണ്ടാകുന്നു എന്നൊക്കെ സാധാരണക്കാർ പറയുന്നുണ്ട്. ഏതായാലും ഇതൊക്കെ പറയുമ്പോഴും ഷാജൻ്റെ വാർത്തകളോട് വിയോജിപ്പ്, ചില സമയങ്ങളിലെങ്കിലും ചില വാർത്തകളോട് നല്ല വിയോജിപ്പുള്ള ഒരാളാണ് ഞാൻ. കാരണം ചില വാർത്തകളിൽ ഷാജൻ വൺ സൈഡഡ് ആയി പോകുന്നുവെന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് എൻ്റെ കാര്യത്തിൽ പോലും ഞാനൊരു മാധ്യമപ്രവർത്തകയായി ഇത്രയും വർഷം ഷാജൻ അടക്കം അറിയുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എന്നെക്കുറിച്ച് ഷാജൻ പണ്ടൊരു പോലീസ് ഓഫീസറും ഞാനുമായി ഉണ്ടായ ഒരു സംഭാഷണത്തെക്കുറിച്ച് വാർത്ത ചെയ്തപ്പോൾ പോലും ആ വാർത്തയിൽ ഷാജന് മാത്രം മനസ്സിലായിട്ടില്ല പോലീസ് ഓഫീസർ എന്നെ വിരട്ടുന്നത് എന്നുള്ളതാണ് സത്യം. ബാക്കി എല്ലാവർക്കും മനസ്സിലായപ്പോഴും ഷാജൻ അത് മനസ്സിലാവുന്നില്ല. അപ്പോൾ എനിക്കതിൽ നിന്ന് തന്നെ മനസ്സിലായിട്ടുള്ളൂ. അതിനു മുമ്പും എനിക്കെതിരെ ഷാജൻ ഒരു വാർത്ത ചെയ്തിരുന്നു. ആ വാർത്തയിലെ യാഥാർത്ഥ്യം ഷാജനെ നേരിട്ട് കണ്ട് ഞാൻ ബോധ്യപ്പെടുത്തിയതോടെ ഷാജൻ ആ വാർത്തയിൽ തിരുത്തലൊക്കെ ഉണ്ടാക്കുകയും ചെയ്തു. പക്ഷേ എങ്കിൽ പോലും ചിലപ്പോഴെങ്കിലും ചില കാര്യങ്ങളിൽ വൺ സൈഡഡ് ആയി പോകുന്നുണ്ടോ എന്ന സംശയം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ പറയുന്നത് ഞാൻ ഷാജനോട് വൈരാഗ്യം തീർക്കാനോ അല്ലെ ഷാജനോടുള്ള എനിക്ക് പ്രത്യേകിച്ച് ഒരു വൈരാഗ്യവും ഷാജനോടില്ല, പ്രത്യേകിച്ച് ഒരു സ്നേഹവും ഷാജനോടില്ല, രണ്ടും പറയുകയാണ്. പക്ഷേ ഷാജനെ അറസ്റ്റ് ചെയ്ത രീതി, ഇനി അഥവാ ഷാജനെതിരെ ഒരു കേസ് ഉണ്ടെങ്കിൽ തന്നെ ഷാജനെ നോട്ടീസ് കൊടുത്ത് വിളിച്ചു വരുത്തി ഷാജനെ ചോദ്യം ചെയ്യുകയോ അല്ലെങ്കിൽ മൊഴി എടുക്കുകയോ അല്ലെങ്കിൽ ഇനി പ്രതി ആയതുകൊണ്ട് തന്നെ അതിനുള്ള നടപടിക്രമമുണ്ട്. ഷാജൻ എല്ലാ ദിവസവും പൊതുസമൂഹത്തിൽ ഇറങ്ങി നേരെ ഓഫീസിലേക്ക് വരികയും ഓഫീസിൽ സമയം ചെലവഴിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. അതിനുശേഷം റോഡിലൂടെ തന്നെ പോകുന്ന ഒരാളാണ്. അപ്പോൾ ഷാജനെ ഈ സത്യമംഗലം കാട്ടിൽ പോയി വീരപ്പനെ അറസ്റ്റ് ചെയ്യുന്ന പോലെ അങ്ങനെ വേട്ടയാടി പിടിക്കേണ്ട ഒരു ആവശ്യമുള്ള ഒരാളല്ല ഷാജൻ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഷാജൻ എന്നല്ല, കേരളത്തിലെ ഏത് മാധ്യമപ്രവർത്തകർക്കെതിരെയും അറസ്റ്റ് ചെയ്യാനുള്ള എന്തെങ്കിലും വകുപ്പുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യുകയോ നടപടി എടുക്കുകയോ ഒക്കെ ചെയ്യാം. അതിന് പ്രത്യേകിച്ച് മാധ്യമപ്രവർത്തകർക്ക് ഒരു പ്രിവിലേജും ഇല്ല എന്ന് ഷാജൻ തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഷാജന് അറിയുന്ന കാര്യവുമാണ്. കാരണം എന്നെ വിളിച്ച് ചീത്ത പറഞ്ഞ ഒരു സിഇയോട് എന്നെ ചീത്ത പറയേണ്ട ആവശ്യമില്ല, ഞാൻ കൊടുത്ത വാർത്ത ശരിയാണെന്ന് എൻ്റെ ക്ലെയിം കേൾക്കാതെ എന്നെ വരട്ടാൻ ശ്രമിച്ച ഒരു സിഇയോട് ഞാൻ മറുത്തു പറഞ്ഞപ്പോൾ ഷാജൻ പറഞ്ഞ മാധ്യമപ്രവർത്തകർക്ക് പ്രത്യേകിച്ച് പ്രിവിലേജ് ഒന്നുമില്ല എന്ന് ശ്രീലാപ്പിള്ള മനസ്സിലാക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഒരു വാർത്ത ചെയ്തത്. അതുകൊണ്ട് ഷാജൻ അറിയാം മാധ്യമപ്രവർത്തകർക്ക് പ്രത്യേകിച്ച് പ്രിവിലേജ് ഒന്നുമില്ല എന്ന് അറിയുന്നത് കൊണ്ട് തന്നെ ഷാജൻ അറസ്റ്റ് നടപടികൾക്കോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നടപടികൾ ഉണ്ടെങ്കിൽ ആ നടപടികൾക്ക് ഒക്കെ വശംവദനായതിന് ഒരു സംശയമില്ല കാര്യത്തിൽ. അല്ലെങ്കിൽ മുൻകൂർ ജാമ്യം, അതായത് ഒരാളുടെ നിയമപരമായി ഇപ്പം നമ്മൾ പറയും ഒളിച്ചോടുന്നു എന്ന് പറയുമ്പോഴും നമുക്ക് എതിരെ വരുന്ന ഒരു പരാതി തെറ്റാണെങ്കിൽ ആ പരാതി ബോധിപ്പിക്കാൻ അറസ്റ്റിലേക്ക് പോകാതിരിക്കാൻ മുൻകൂർ ജാമ്യം തേടുന്ന സമയം വരെ ഷാജന് മാറി നിൽക്കേണ്ടതായൊക്കെ വന്നിട്ടുണ്ടാവാം. ആ മാറി നിൽക്കേണ്ടി വന്നതിനെ ഷാജൻ ഒളിച്ചോടിയെന്നൊന്നും പ്രചരിപ്പിക്കുന്നതിൽ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ എങ്കിലും ഷാജനെ അങ്ങനെ അറസ്റ്റ് ചെയ്ത രീതിയോട് എനിക്ക് വലിയ വിയോജിപ്പാണുള്ളത്. രാത്രി ഇത് കണ്ടപ്പോൾ തന്നെ ഞാൻ അത് എൻ്റെ ഫേസ്ബുക്കിലടക്കം പങ്കുവച്ചിട്ടുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, കേരളത്തിലെ CPMന് അനുകൂലമായി നിൽക്കുന്നവരെ ആരും അത്തരത്തിലുള്ള ആർക്കെതിരെ കേസെടുത്താലും കേസ് കൊടുത്താലും അത്തരത്തിലുള്ള കേസുകളൊന്നും എടുക്കില്ല. നേരത്തെ ഞാനൊരു വാർത്ത ചെയ്തിരുന്നു. ആ വാർത്ത ഗുരുവായൂരമ്പലത്തിൽ വന്ന് കലാപം സൃഷ്ടിക്കാൻ പോകുന്ന ഒരു സ്ത്രീയെ പറ്റിയായിരുന്നു. ആ സ്ത്രീയെപ്പറ്റി ഞാൻ വാർത്ത ചെയ്തപ്പോൾ ആ സ്ത്രീ വന്ന് എന്നെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന രീതിയിൽ, അതായത് എൻ്റെ പേര് പറയുന്നില്ല, ഒരെണ്ണത്തിനകത്ത് ആദ്യം പറഞ്ഞൊരു വീഡിയോയിൽ പേര് പറയുന്നുണ്ട്, അതിൽ ടാഗ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് ടാഗ് മാത്രം, അകത്ത് പേര് പറയുന്നില്ല വീഡിയോയിൽ. പക്ഷേ ടാഗ് കൊണ്ട് തന്നെ നമുക്ക് കേസ് കൊടുക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ കേസുമായി ഞാൻ പോകുമ്പോൾ മ്യൂസിയം പോലീസ് സ്റ്റേഷനിലേക്ക് കേസും കൊണ്ട് പോയപ്പോൾ ആ കേസ്
അവർ അപ്പം തന്നെ വിളിച്ച് ഇവരോട് സംസാരിക്കുകയും ടാഗ് റിമൂവ് ചെയ്യുകയും ചെയ്യുകയാണ് ചെയ്തത്. രണ്ടാമതൊരു പരാതി മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ വീണ്ടും ഇവർ ഇരുന്ന് എന്നെക്കുറിച്ച് ഒരിക്കലും നടക്കാത്ത ചില കാര്യങ്ങൾ, അതായത് ഞാൻ എൻ്റെ മകളെ കളഞ്ഞിട്ട് ഒളിച്ചോടിയതാണെന്നോ അതുപോലെ തന്നെ അത്തരത്തിൽ വളരെ മോശകരമായ ചില പരാമർശങ്ങൾ, ഞാൻ വിവാഹം കഴിച്ച് താമസിക്കുന്ന എൻ്റെ ഭർത്താവല്ല, ഞാൻ ലിവിങ് ടുഗദർ നടത്തുകയാണെന്നും, അല്ലെങ്കിൽ എൻ്റെ ബിസിനസ് പാർട്ട്ണറായിരുന്ന വ്യക്തിയെയും എന്നെയും സംബന്ധിച്ച് അയാൾ എൻ്റെ കാമുകനാണെന്ന രീതിയിൽ വാർത്ത ചമയ്ക്കുക, ഇത്തരത്തിലുള്ള നിരവധി കാര്യങ്ങൾ, അയാളെ ഞാൻ കൊലപ്പെടുത്തിയതാണെന്ന തരത്തിൽ പറയുക, വേറെ ആരെയോ ഒരാളെ ഞാൻ ജയിലിൽ കയറ്റിയിട്ട്, അതായത് എൻ്റെ സ്ഥാപനത്തിൽ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട് ആ വാർത്തയിലെ ചില പരാമർശങ്ങളുമായി ബന്ധപ്പെട്ട് ഒരാൾക്ക് ഒരു പ്രശ്നമുണ്ടായിരുന്നു, അതുമായി ബന്ധപ്പെട്ട് ഞാൻ അയാളെ ജയിലിലേക്ക് അയച്ചു എന്ന് പറയുക, അയാളെ ജാമ്യത്തിലെടുത്തില്ല എന്ന് പറയുക, ഇത്തരത്തിൽ നിരവധി കാര്യങ്ങൾ അയാൾ ചിലപ്പോൾ പറഞ്ഞു കൊടുത്തതായിരിക്കാം. എന്തായാലും അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്തു. യാഥാർത്ഥ്യവുമായി ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങൾ. കാരണം ഞാൻ കേരളത്തിലെ പൊതുസമൂഹത്തിന് മുന്നിൽ വരാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് 15 വയസ്സിന് ശേഷം ഞാൻ പൊതുപ്രവർത്തകയായി ഇരിക്കുന്ന ഒരാളാണ്. ഒരു സംഘടനയുടെ വിവിധ തലങ്ങളിൽ പ്രവർത്തിച്ചു വന്നിരുന്ന ഒരാളും അതിനുശേഷം 2002 മുതൽ പത്രപ്രവർത്തകയായി ജോലി ചെയ്യുന്ന ആളുമൊക്കെയാണ്. എന്നെ കേരളീയ പൊതുസമൂഹത്തിന് അറിയാം. ഞാൻ എവിടെയും ഒളിച്ചോടിയിട്ടില്ലെന്നും ആരുടെയും കൂടെ ഓടിയിട്ടില്ലെന്നും 5 കല്യാണം ഞാൻ കഴിച്ചിട്ടുണ്ടെന്നൊക്കെ വാദമാണ് അവർ അന്ന് മുന്നോട്ട് വെച്ചത്. ഏതായാലും ഞാൻ 5 കല്യാണം കഴിച്ചിട്ടില്ലെന്നും ഒരു തരത്തിലുള്ള ഉടായ്പകളും കാണിച്ചിട്ടില്ലെന്നും എന്നെ അറിയുന്ന ആൾക്കാർക്ക് എന്നെ അറിയാം. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പിന്നെ ഞാനതിന് മറുപടി പറയാൻ പോയില്ല. സാധാരണ സ്ത്രീകളെ പോലെ ഇവർ പറയുന്നതിന് ഞാൻ മറുപടി പറയുക എന്ന് പറഞ്ഞാൽ അത് ശരിയായ നടപടിയല്ല. കാരണം അത്തരത്തിലുള്ള ലോക്കൽ ആൾക്കാർക്ക് മറുപടി പറയുന്ന ശീലം എനിക്കില്ലാത്തതുകൊണ്ട് ഞാൻ മിണ്ടാതിരുന്നു. അപ്പോഴും ഇപ്പോഴും എന്നെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ വിഷയം പറഞ്ഞ ഒരു കേസ് കൊണ്ട് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുമ്പോൾ കേസ് എടുക്കില്ല. അതിന് കാരണം അവരുടെ കൂടെ അവരുമായി ഏറ്റവും അടുപ്പമുള്ളത് ഒരു അധ്യാപക സംഘടനയുടെ ഒരു ബന്ധമുള്ള അധ്യാപക സംഘടനയുടെ സംസ്ഥാന ഭാരവാഹിയായ ഒരാളുകൾക്ക് എല്ലാ സപ്പോർട്ടുമായി കൂടെയുണ്ട്. CPM-മായി ബന്ധപ്പെട്ട ആളാണ്. CPM-ന്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാളും കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് അത്തരം കേസുകളിൽ ആ സ്ത്രീക്കെതിരെ ഒരു പരാതിയും എടുക്കില്ല. ഗുരുവായൂർ ക്ഷേത്രത്തിലെ കലാപ ശ്രമത്തിനെ സംബന്ധിച്ചൊരു കേസ് പോലും ഗുരുവായൂർ പോലീസ് എടുത്തിട്ട് പോലും അവരെ വിളിച്ചു വരുത്തി അവർക്ക് പോലീസ് സ്റ്റേഷനിൽ ജാമ്യം നൽകി വിട്ടയക്കുകയായിരുന്നു. ഇത്തരം തട്ടിപ്പുകാർക്ക് എതിരെ നമ്മൾ പരാതിപ്പെട്ടാലോ ഇത്തരം തട്ടിപ്പുകാർക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാലോ ഒന്നും തന്നെ കേസില്ല. നേരെ മറിച്ച് ഈ തട്ടിപ്പുകാർ നമുക്കെതിരെ എന്തെങ്കിലും കൊടുത്താൽ അത് കേസാവുകയും ചെയ്യും. അതാണ് കേരളത്തിലെ CPM-ന്റെ ഇടപാട്. നമ്മൾ കണ്ടതല്ലേ. അപ്പോൾ മറുനാടൻ ഷാജനെ വേട്ടയാടി പിടിച്ചു. വേട്ടയാടി പിടിച്ചത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? കഞ്ചാവിന്റെ അടിസ്ഥാനത്തിലാണ് വേട്ടയാടി പിടിച്ചു എന്ന് പറയുന്നത്. ഏതായാലും വേടനെ വേട്ടയാടിയിട്ടില്ല, വേടന് വീണ്ടും അവസരമൊരുക്കി കൊടുക്കുകയായിരുന്നു ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്കിതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? തട്ടിപ്പുകാർക്കുള്ള കേന്ദ്രങ്ങളായി കേരളത്തിലെ സ്ഥലങ്ങളെല്ലാം മാറുന്നു. കേരളത്തിലെ നീതിന്യായ സംവിധാനം തട്ടിപ്പുകാർക്കുള്ള ഇടങ്ങളായി മാറുന്നു എന്ന് തന്നെയാണ്. ഏതായാലും ഒരു കാര്യം വ്യക്തമാവുകയാണ്, ഷാജനെ അറസ്റ്റ് ചെയ്ത രീതിയോട് കടുത്ത വിയോജിപ്പാണ് എനിക്കും ഭാരത് ലൈവിനും ഉള്ളത്. കാരണം ഒരു മാധ്യമപ്രവർത്തകൻ എന്ന രീതിയിൽ അയാൾ ഏതെങ്കിലും തരത്തിൽ അത്തരം വാർത്തകൾ ചെയ്യുകയോ ആർക്കെങ്കിലും ഹാനികരമാകുന്ന എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നിയമപരമായ രീതിയിൽ നടപടിക്രമങ്ങൾ മുന്നോട്ട് നീക്കേണ്ടതിന് പകരം അയാളെ ഇത്തരത്തിൽ വേട്ടയാടി പിടിച്ച് സമൂഹത്തിലൊരു വലിയ ക്രിമിനലിനെ കൊണ്ടുപോകുന്നത് പോലെ കൊണ്ടുപോകേണ്ട കാര്യമുണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം ഈ വിഷയത്തിൽ. ഏതായാലും ഇന്നലെ കേരളത്തിലെ പോലീസ് ചെയ്തത് കടുത്ത അനാസ്ഥയാണ്. ഇത് തന്നെയാണ് PC ജോർജിൻ്റെ കാര്യത്തിലും ഉണ്ടായത്. PC ജോർജിനെതിരെ ഒരു സോളാർ തട്ടിപ്പുകാരി പരാതി കൊടുത്തപ്പോൾ ആ പരാതിയിൽ 1 മണിക്കൂറിനകത്താണ് ഏതാണ്ട് FIR ഇട്ട് കോടതിയിൽ ഹാജരാക്കി PC ജോർജിനെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്നൊക്കെ അതും ഇതുപോലെ തന്നെ ഒരു ജനപ്രതിനിധി ഇത്തരം കേസുകളിൽ പെടുമ്പോൾ പ്രാഥമിക അന്വേഷണം നടത്തണമെന്ന ആ നിയമമൊക്കെ മാറ്റിവെച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ നിലപാടെടുത്തിട്ടുള്ളത്. അപ്പോൾ സംഘപരിവാറിന് അനുകൂലമാണെന്ന് തോന്നുന്നവരെയോ ഷാജൻ സംഘപരിവാറിന് അനുകൂലമായ നിലപാടുള്ളൊരു ജേർണലിസ്റ്റ് ആണെന്ന് എനിക്കൊരു അഭിപ്രായമില്ല. ഇപ്പോൾ സാധാരണഗതിയിൽ ഈ ചാനലുകളിലൊക്കെ സംഘപരിവാറിന് അനുകൂലമായി പറഞ്ഞാൽ കുറച്ച് ആളുകൾ കൂടുതൽ കാണുമെന്നുള്ളത് കൊണ്ട് പലരും അത്തരത്തിൽ സംഘപരിവാറുകാരാക്കപ്പെട്ടവരും മനഃപൂർവ്വം സംഘപരിവാറായവരും പല ചാനലുകളുടെ ഓണർമാർ, ഇപ്പോൾ നമ്മൾ ഈ സംഘപരിവാർ എന്ന് കൊട്ടിഘോഷിക്കുന്ന പല ചാനലുകളുടെ ഓണർമാരെ അന്വേഷിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും. പഴയ പല സ്ഥാപനങ്ങളിലും ജോലി ചെയ്തിരുന്ന കൈരളിയിൽ ജോലി ചെയ്തിരുന്നവരും അത്തരത്തിലുള്ളവരുടെയൊക്കെ സ്ഥാപനങ്ങളാണ് ഇപ്പോൾ ഈ തരത്തിലേക്ക് ചേഞ്ച് ആയിപ്പെട്ടിട്ടുള്ളത്. അത് അവരുടെ വയറ്റിപ്പഴപ്പിൻ്റെ ഒരു മാർഗമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏതായാലും സംഘപരിവാറിന് അനുകൂലമെന്ന് തോന്നിക്കുന്നവരെയോ അല്ലെങ്കിൽ അവർ സംഘപരിവാറുകാരായി ചാപ്പ് കുത്തുന്നവരെയോ ഒക്കെ ഇത്തരത്തിൽ ഉപദ്രവിക്കാനും സമൂഹത്തിന് മുന്നിൽ ഇകഴ്ത്തി കാണിക്കാനും ഇത്തരത്തിൽ വേട്ടയാടി പിടിക്കാനും ഒക്കെ കേരളത്തിലെ സർക്കാരും പിണറായിയും ശ്രമിക്കുന്നത് എന്തിനെന്ന് വ്യക്തമാവുന്നില്ല. ഇവിടെയും ഈ ഷാജന്റെ അറസ്റ്റ് കൊണ്ട് പിണറായി വിജയന്റെ മുഖം കൂടുതൽ വികൃതമായി എന്നതിനപ്പുറത്തേക്ക് ഷാജൻ എന്തെങ്കിലും നഷ്ടം വന്നതായി തോന്നുന്നില്ല. ഷാജന് കുറച്ചുകൂടി മൈലേജ് ഉണ്ടായി. പിന്നെ ഷാജനെ കുറിച്ച് പറയുന്ന ചില കാര്യങ്ങൾ, അതായത് നമുക്കറിയാം ഈ SC/ST അട്രോസിറ്റി ആക്ട് ഒക്കെ ഇട്ട് ഷാജനെതിരെ കേസെടുത്തു. ശ്രീനിജനെതിരെ ഒരു വാർത്ത കൊടുത്തതിൻ്റെ പേരിൽ അതിൽ സത്യത്തിൽ സുപ്രീം കോടതി വരെ ആ കേസുമായി പോയിട്ടാണ് ഷാജൻ ജാമ്യം നേടിയെടുത്തത്.
ആ കേസിൽ സുപ്രീം കോടതി വരെ പോകേണ്ട ആവശ്യം പോലുമില്ല. നമുക്ക് സാധാരണഗതിയിൽ കേട്ടാൽ മനസ്സിലാക്കാൻ സാധിക്കും ഇതൊരു വ്യാജ പരാതിയാണ്. അത്തരത്തിലുള്ള വ്യാജ പരാതികൾ കൊണ്ട് ഒരാളെ ഇല്ലാതാക്കാം എന്ന് വിചാരിക്കുന്നത് ശരിയായ നടപടിയല്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള മാധ്യമധർമ്മം എന്ന് പറയുന്നത്, യഥാർത്ഥത്തിൽ മാധ്യമധർമ്മം എന്ന് പറയുന്നത് മുഖം നോക്കാതെ പറയുക, പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഓൺലൈൻ മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം പലർക്കും അതിന് കഴിയാറില്ല. കാരണം ഒരു സെറ്റ് ഓഫ് ആൾക്കാർ, ഒരു ചാനലിലേക്ക് വരുന്ന ആൾക്കാർ, അവരുടെ ആരാണോ കാഴ്ചക്കാർ അതിനനുസരിച്ചായിരിക്കും പലരും അവരുടെ ഐഡിയോളജി രൂപപ്പെടുത്തുക. ചിലരെങ്കിലും അത്തരത്തിൽ ഐഡിയോളജി രൂപപ്പെടുത്തുന്നവർക്കാണ് ഇത്തരത്തിലുള്ള ഐഡന്റിറ്റി ക്രൈസിസുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുന്നത്. പലപ്പോഴും മാറിയും തിരിഞ്ഞും കടകം വെട്ടിയും മോദിയും കടകം വെട്ടിയും ഒക്കെ നിൽക്കേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാകുന്നത്. ഏതായാലും അത്തരം അവസ്ഥകളില്ലാത്ത മാധ്യമങ്ങളും കേരളത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ സ്വതന്ത്രമായി നിലപാടെടുത്തു പോകുന്ന, അല്ലെങ്കിൽ കൃത്യമായ നിലപാടെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന മാധ്യമ പ്രവർത്തകരെ ആക്രമിക്കാനുള്ള ശ്രമം നടത്തുകയും ഇത്തരത്തിൽ ഇകഴ്ത്തി കാണിക്കാനുള്ള ശ്രമം നടത്തുകയും വേട്ടയാടി പിടിക്കാനുള്ള ശ്രമം നടത്തുകയും ഒക്കെ ചെയ്യുന്നത് അക്ഷന്തവ്യമായ തെറ്റ് തന്നെയാണ്. ഈ കാര്യത്തിൽ ഈ ഒരു ഷാജനെ അറസ്റ്റ് ചെയ്ത രീതിയോടുള്ള വിയോജിപ്പ്, ആ കാര്യത്തിൽ മറുനാടൻ മലയാളിയോടൊപ്പമാണ് ഭാരത് ലൈവ്. ആ കാര്യം പറയാതിരിക്കാൻ കഴിയില്ല.